ഇപ്പം നമ്മൾ പഠിക്കുന്നത് അക്ഷരങ്ങളെ ഇരട്ടിപ്പ് ചിഹ്നം കൊടുത്ത്, അതായത് ശ്രദ്ധ കൊടുത്ത് നാം പഠിക്കുകയാണ്. അക്ഷരങ്ങൾ ശ്രദ്ധ കൊടുക്കുമ്പോൾ അത് ഇരട്ടിപ്പ് ചിഹ്നമാണ്. ബ ബ അധികം ബ സമം ബ. ബ അധികം ബ സമം ബ. ബ അധികം ബ സമം ബ. ബ ബ ബ ബ ബ ബ ബ ബ. ബ അധികം ബ സമം ബ. അന്നേരം ബ ബ ബ ബ. ത അധികം ത സമം ത. ത അധികം ത സമം ത. ത അധികം ത സമം ത. ത ത ത ത ത ത. അടുത്തത് സ. സ വായിക്കൂടെ കാറ്റ് പുറപ്പെടുവിച്ച് പറയുന്ന സ അധികം സ സമം സ. സ സ സ അധികം സ സമം സ. സ അധികം സ സമം സ. സ സ സ സ. ബ ബ ബ ബ. ത ത ത ത. സ സ സ സ സ സ. അടുത്തത് ജ. ജ ജ ജ അധികം ജ സമം ജ. ജ അധികം ജ സമം ജ. അപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അക്ഷരത്തെ ശ്രദ്ധ കൊടുത്ത് ഇരട്ടിപ്പിക്കുക. ഇതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ജ ജ ജ ജ ജ ജ. അടുത്തത് ഹ. ഹ അധികം ഹ സമം ഹ. ഹ അധികം ഹ സമം ഹ. ഹ അധികം ഹ സമം ഹ. ഹ ഹ ഹ ഹ ഹ ഹ. അടുത്തത് ഹ. ഹ ഹ ഹ. ഹ അധികം ഹ സമം ഹ. ഹ അധികം ഹ സമം ഹ. ഹ അധികം ഹ സമം ഹ. ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ. അടുത്തത് ദ. ദ അധികം ദ സമം ദ. ദ അധികം ദ സമം ദ. ദ അധികം ദ സമം ദ. ദ ദ ദ ദ ദ ദ. അടുത്തത് ല.
ല ല ല അധികം ഉണ്ടോ ല അധികം ല സമം ല ല ല ല അധികം ല സമം ല 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 ഇത് നമ്മൾ പഠിച്ചത് ഡ ദ 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 ല ല ല ല ല ല ല ല അടുത്തത് റ അധികം റ സമം റ റ അധികം റ സമം റ റ റ റ റ റ റ റ റ അടുത്തത് സായ് സ സ സ അധികം സ സമം സ സ സ മൂളി പറയണം സ സ സ സ അധികം സ സമം സ സ ഒന്ന് മൂളി പറയണം സ സ അധികം സ സമം സ അടുത്തത് സി സ സ അധികം സ സമം സ സ അധികം സ സമം സ സ അധികം സ സമം സ 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 റ റ റ റ റ റ റ റ അടുത്തത് ഷ കണ്ടോ ഷ ഷ ഷ അധികം ഷ സമം ഷ ഷ അധികം ഷ സമം ഷ ഷ അധികം ഷ സമം ഷ ഷ ഷ ഷ ഷ ഷ ഷ ഷ ഷ അടുത്തത് സ്വ വാ നിറച്ച് ശബ്ദം കയറ്റി പറ സ്വ 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 അധികം സ്വ സമം സ്വ സ്വ അധികം സ്വ സമം സ്വ സ്വ അധികം സ്വ സമം സ്വ 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 അടുത്തത് ല്വാദ് ല്വ 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 നാക്ക് സൈഡിലേക്ക് ചേർത്ത് പറയുന്ന ല്വ അധികം ല്വ സമം ല്വ ല്വ നാക്ക് സൈഡിലേക്ക് ചേർത്ത് പറയണം കണ്ട ല്വ അധികം ല്വ സമം ല്വ 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 ല്വ
അടുത്തത് ത്വ. ത്വ അധികം ത്വ സമം 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 ത്വ. ത്വ. ഫുൾ ശബ്ദം, ഫുൾ വോളിയം ശബ്ദം കൊടുത്ത് വരണം. ഫുൾ വോളിയം കൊടുത്ത് ത്വ 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 ത്വ. അടുത്തത് ല അധികം ല സമം ല. ല അധികം ല സമം ല. ല അധികം ല സമം ല. അന്നേരം ല ല ല ല ല ല ല ല. അടുത്തത് ആ ആ ആ ആ അധികം ആ സമം ആ. ആ അധികം ആ സമം ആ. ആ അധികം ആ സമം ആ ആ ആ. ആ അധികം ആ സമം ആ ആ ആ ആ ആ ആ ആ ആ ആ. നിങ്ങൾ ആവർത്തിച്ച് വായിച്ചു പഠിക്കും, വായിക്കണം, ആവർത്തിച്ച് വായിക്കണം, കേട്ടോണ്ടിരിക്കരുത്. ഞാൻ ഉച്ചരിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ഉച്ചരിക്കണം. ആ ആ ല ല ല ല ല ല. ഇനി അടുത്തത് ആയിന് അധികം സമം അധികം സമം അധികം സമം അടുത്തത് ഫ. ഫ ഫ അധികം ഫ സമം ഫ. ഫ അധികം ഫ സമം ഫ. ഫ അധികം ഫ സമം ഫ. ഫ ഫ ഫ ഫ ഫ ഫ ഫ ഫ. അടുത്തത് ക്വാഫ്. ക്വ ക്വ ക്വ. വാ നിറച്ച് ഫുൾ ശബ്ദം. ക്വ അധികം ക്വ സമം ക്വ. ക്വ അധികം ക്വ സമം ക്വ. ക്വ ക്വ ക്വ. ക്വ അധികം ക്വ സമം ക്വ. ക്വ അധികം ക്വ സമം ക്വ. അന്നേരം ക്വ 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 ക്വ. കാഫ്. ക അധികം ക സമം ക.
ക അധികം ക സമം ക ക അധികം ക സമം ക ക അധികം ക സമം ക 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 ക. ഇനി ല അധികം ല സമം ല ല അധികം ല സമം ല ല അധികം ല സമം ല ല അധികം ല സമം ല. അന്നേരം പറയേണ്ടത് ല 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 ല. അടുത്തത് മ അധികം മ സമം മ 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 മ 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 മ. ഒന്നും കൂടെ വായിക്കാം. ഇത്രയും ബ ബ ബ ബ ത ത ഹ ഹ ഹ ഹ ജ ജ ജ ജ ജ ജ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഹ ഖ ഖ ഖ ഖ ഖ ഖ ഖ ഖ ദ 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 ദ. അടുത്തത് ല 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 ല. അടുത്തത് റ 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 റ. അടുത്തത് സ 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 സ. അടുത്തത് സ 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 സ. അടുത്തത് ശ 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 ശ. അടുത്തത് സ്വ 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 സ്വ. അടുത്തത്
ല 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 ല. അടുത്തത് ത്വ 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 ത്വ. അടുത്തത് ല 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 ല. അടുത്തത് ആ ആ ആ ആ. ശബ്ദം കൊടുക്കുമ്പോൾ അങ്ങനെ കനപ്പിച്ച് പറയണം. തൊണ്ടയുടെ മധ്യഭാഗത്ത് നിന്ന് പുറപ്പെടുന്ന അക്ഷരം ആ ആ ആ ആ ആ ആ. അതെങ്ങനെയാണെന്ന് നോക്കിയേ. ആ 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 ആ. അടുത്തത് റ 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 റ. അടുത്തത് ഫ 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 ഫ. അടുത്തത് ക്വ ക്വ വ എന്നൊരു ശബ്ദം ക്വ 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 ആണ്. രണ്ട് പുള്ളി മുകളിൽ ക്വ 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 ക്വ. ശ്രദ്ധിച്ച് ഉച്ചരിക്കേണ്ട അക്ഷരമാണ് ക്വ 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 ക്വ. അടുത്തത് ക 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 ക. അടുത്തത് ല ആണേ. ല 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 ല. അടുത്തത് മ 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 മ. അടുത്തത് നൂന് ന ന അധികം ന സമം ന
ന അധികം ന സമം ന. ന അധികം ന സമം ന. ന അധികം ന സമം ന. ന 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 ന. അടുത്തത് വ. വ അധികം വ സമം വ. വ അധികം വ സമം വ. വ വ അധികം വ സമം വ. വ 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 വ. അടുത്തത് ഹോ. ഹോ ഹോ ഹോ. ഹോ അധികം ഹോ സമം ഹോ. കണ്ടോ? ഹോ അധികം ഹോ സമം ഹോ. ഹോ അധികം ഹോ സമം ഹോ. ഹോ അധികം ഹോ സമം ഹോ. അന്നേരം ഹ 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 ഹ. നിങ്ങൾ ആവർത്തിച്ച് വായിച്ച് പഠിക്കണം. ഇനി യ അധികം യ സമം യ. 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 അന്നേരം വായിക്കേണ്ടത് യ 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 യ. ഇനി നമ്മൾ കൂട്ടക്ഷരത്തിൽ എഴുതുമ്പോൾ അക്ഷരങ്ങളുടെ ആ വ്യത്യാസങ്ങൾ മനസ്സിലാക്കുക. അതായത് അക്ഷരത്തിന് മുൻപും ശേഷവും വരുന്ന അക്ഷരങ്ങളുമായിട്ട് യോജിച്ചെഴുതുന്നതിൻ്റെ ചെറിയ ഒരു രൂപം, രീതി, ആകൃതി. നമ്മൾ പഠിച്ചു ബാ ബാ. ഇങ്ങനൊരു വര ഇങ്ങനെ അങ്ങോട്ട് ഇട്ടിട്ട് ഒരു വര താഴോട്ടൊരു പുള്ളി കൊടുക്കുമ്പോൾ ബാ എന്ന് വായിക്കും. ബാ ബാ എന്ന് വായിക്കും. ഇത് നമ്മൾ നേരത്തെ വള്ളം പോലെ ഇരിക്കുന്ന ഒരു ബാഗിനെ പഠിച്ചതാണ്. ഈ ബാഗിനെ ഇങ്ങനൊന്നാക്കിയിട്ട് ഇങ്ങനെ ചുമ്മാ ഒരു വര കൊടുക്കത്തേ ഉള്ളൂ. താഴെ ഒരു പുള്ളി കൊടുത്താൽ ബാ എന്ന് വായിക്കും. കണ്ടോ? ബാ. ഇതും ബാ ആണ്, ഇതും ബാ ആണ്. ഇതും ബാ ആണ്, ഇതും ബാ ആണ്. കണ്ടോ? ഇനി നമ്മൾ കൂട്ടക്ഷരത്തിൽ ഈ രീതിയിലാണ് എഴുതുന്നത്. ഇനി നമ്മൾ അങ്ങനെയാണ് പഠിക്കുന്നത്. ഇത് ഒറ്റ അക്ഷരമാണ്, ഇത് കൂട്ടക്ഷരമാണ്. കൂട്ടക്ഷരത്തിൽ ഇങ്ങനെ എഴുതും. താഴെ ഇങ്ങനെ വര വരച്ചിട്ട് ഒരു പുള്ളി കൊടുക്കത്തേ ഉള്ളൂ. എല്ലാ ഭാഷയ്ക്കും അങ്ങനെ ഉണ്ടല്ലോ. ഇംഗ്ലീഷും പിന്നെ മറ്റുള്ള ഭാഷയ്ക്കുമൊക്കെ അങ്ങനെ ആണല്ലോ. അപ്പം ഇത് ബാ ആണ്. ഇങ്ങനൊരു വര ഇങ്ങനെ കൊടുത്തിട്ടൊരു താഴെ ഒരു പുള്ളി കൊടുത്താൽ ബാ എന്ന് വായിക്കും. ഇത് താ ആണ്. താവും ഈ പറഞ്ഞതുപോലെ ഇങ്ങനൊരു വരയിട്ടിട്ട് രണ്ട് പുള്ളി മുകളിൽ കൊടുക്കുമ്പം താ എന്ന് വായിക്കും. ഇത് താ ആണ്, ഇതും താ ആണ്. കണ്ടോ? കൂട്ടക്ഷരത്തിൽ ഇങ്ങനെ എഴുതുന്നത്. ഇത് കൂട്ടക്ഷരത്തിൽ താ ആണ്. ഇത് ഒറ്റ അക്ഷരമായ താ ആണ്. ഇത് ഒറ്റ അക്ഷരം ബാ ആണ്. ചേർത്ത് എഴുതുമ്പം ഇങ്ങനെ എഴുതും ബാവിനെ. താ ആണ്. ഇത് കൂട്ടക്ഷരമായിട്ട് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതും. അടുത്തത് സാ. നമ്മൾ പഠിച്ചതാ. അകാരമൊക്കെ കൊടുക്കുമ്പോഴാണ് സാ എന്നൊക്കെ വായിച്ചത്. അപ്പം സാഇനെ ഇങ്ങനെ നമ്മൾ കൂട്ടക്ഷരമായി എഴുതുമ്പോൾ ചുമ്മാ ഒരു വര വരയ്ക്കത്തേ ഉള്ളൂ. 3 പുള്ളി മുകളിൽ കൊടുക്കുമ്പോൾ സാ എന്ന് വായിക്കും. സാ സാ സാ. ഇതും സാ, ഇതും സാ, ഇതും സാ, ഇതും സാ. ഇത് നമ്മൾ പഠിച്ച ജീം. ജീമിനെ കൂട്ടക്ഷരമായിട്ട് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതും. കണ്ടോ? ഇതിന് താഴോട്ടുള്ളത് എഴുതത്തില്ല.
നമ്മൾ സാധാരണ നേരത്തെ പഠിച്ച ഒരു അരച്ചന്ദ്രൻ എഴുതുമെന്ന് പറഞ്ഞ് അതിനെ അങ്ങനെ എഴുതത്തില്ല. ഇത് ജീമെന്ന് വായിക്കണം. ഇത് അന്നേരം ഇത് ജീമാണ്, ഇത് ജീമ് കണ്ടോ. ഈ ജീമ് തന്നെ ഇതും രണ്ടും ഒന്ന് തന്നെ. ഇതും ഇതും ഒന്ന് തന്നെ. ഇതും ഇതും ഒന്ന് തന്നെ കണ്ടോ. ഇതും ഇതും രണ്ടും ഒരക്ഷരം തന്നെ ബ ആണ്. ഇതും ഈ അക്ഷരവും ഒന്ന് തന്നെ, രണ്ടും ഒന്ന് തന്നെ. ഇതും ഇതും ഒന്നാണ് കണ്ടോ. ഇങ്ങനെ വള്ളം പോലെ മുകളിലോട്ട് കയറ്റത്തില്ല. ഇത് ജീമാണ്. ജീമിനെ ഇങ്ങനെ എഴുതും. താഴോട്ടുള്ള ആ വാല് ഒക്കെ അങ്ങ് പോവും. ഇതും ജീമ്, ഇതും ജീമ്. ഇത് നമ്മൾ പഠിച്ച ഹാഇനെ കൂട്ടക്ഷരമായിട്ട് എഴുതുമ്പോൾ ഈ താഴോട്ടുള്ള അങ്ങ് പോവും കണ്ടോ. ജീമും ഹാവും ഒക്കെ ഇങ്ങനെ എഴുതുന്നത്. ഇത് ജീമ്, താഴെ ഒരു പുള്ളി ഉള്ളപ്പോൾ ജീമെന്ന് വായിച്ച്, പുള്ളി ഇല്ലാത്തപ്പം ഇങ്ങനെ എഴുതത്തേ ഉള്ളൂ. ഇവിടുന്ന് ഇങ്ങനെ തുടങ്ങി അങ്ങോട്ട് പോയിട്ട് ഇങ്ങനെ നേരെ വരും. ഹാ ജീമ് ഹാ, ജീമ് ഹാ, ജീമ് ഹാ. ഇത് ഹാ ആണ് കണ്ടോ. ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങി അങ്ങോട്ട് പോയി ഇങ്ങനെ വരുന്നതിന് ഹാ എന്ന് പറയുന്നത്. ഇതും ഹാ, ഇതും ഹാ. ഇത് ഹാ ആണ്, കൂട്ടക്ഷരത്തിൽ വരുന്ന ഹാ ആണ് കണ്ടോ. ഒന്നുകൂടെ പറയാം. ഇത് ബ ആണ്, ബ. ഇത് താ, ഇത് സാ, ഇത് ജീമ്, ഹാ, ഹാ. ഇനി ഇപ്പോൾ നമ്മൾ ദാലെന്നുള്ള അക്ഷരം പഠിച്ച് കണ്ടോ. ദാലെന്നുള്ള അക്ഷരത്തിൻ്റെ കൂട്ടക്ഷരത്തിന് മുമ്പ് ദാലിനോട് ചേർത്ത് ഇങ്ങനെ എഴുതും. എന്ന് പറഞ്ഞാൽ ദാലിന് ശേഷം മറ്റക്ഷരം ചേർന്ന് വരത്തില്ല. ഇത് ദാലിന് മുമ്പ്, ദാല് എന്ന അക്ഷരത്തിന് മുമ്പ് മറ്റക്ഷരങ്ങൾ ചേർന്ന് വരുന്ന ഒരു രീതിയാണ്, രൂപമാണ്, ആകൃതിയാണ് ഈ കാണുന്നത്. ഇത് ദാല. അന്നേരം ഇതും ദാല്, ഇതും ദാല്, ഇതും ദാല്, ഇതും ദാല്. ഇത് കൂട്ടക്ഷരത്തിൽ എഴുതുന്ന രീതിയാണ്. ഇത് കണ്ട ദാല് ദാല് കണ്ടോ. പുള്ളി കൊടുക്കുമ്പോൾ ഇങ്ങനെ ദാലും ദാലും ഇങ്ങനെ വരും. ദാല് ദാല്. റാ ഇങ്ങനെ, റാഇനെ ഇങ്ങനെ എഴുതും കണ്ടോ. റാഇന് ശേഷം അക്ഷരം ചേർന്ന് വരത്തില്ല. റാഇന് മുമ്പുള്ള കൂട്ടക്ഷരമായിട്ട് വരുന്ന ഒരു ആകൃതിയായി കാണുന്നത് കണ്ടോ. റാ. ഇതും റാ, ഇതും റാ. റാ 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 റാ. നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ മതി, പിന്നെ എല്ലാം കിട്ടിക്കോളും. ഇത് സായ്, സായ് കണ്ടോ. ഇതും അങ്ങനെ തന്നെ, കൂട്ടക്ഷരം മുമ്പ് വരുന്ന അക്ഷരമായിട്ടുള്ള ചേർത്ത് എഴുതുന്ന രീതിയാണ്. ശേഷം വരുന്ന അക്ഷരമായിട്ട് ഇത് യോജിക്കത്തില്ല, ചേർത്ത് എഴുതത്തില്ല. ഇത് സീന്. ഈ സീൻ തന്നെ ഇതും, ഇതും സീന്, ഇതും സീന്. ഒന്ന് മനസ്സിലാക്കിയാൽ മതി. കൂട്ടക്ഷരത്തിൽ വരുമ്പോൾ ഇങ്ങനെ എഴുതും. സീനാണ്, ഇതും സീന്. ഇത് സായാണ്, ഇതും സായാണ് കണ്ടാ. സായ, സീന്, ഷീന് രണ്ടും ഒന്ന് തന്നെ. കൂട്ടക്ഷരത്തിൽ ഇങ്ങനെ വരും. ഇത് സീന കണ്ട. ഇത് ഷീന്, നമ്മൾ പഠിച്ചിട്ടുള്ള ഷീന്. കൂട്ടക്ഷരമായിട്ട് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതും. കൂട്ടക്ഷരമായിട്ട് എഴുതുമ്പം ഷീനെ ഇങ്ങനെ എഴുതും. ഷീന് ഷീന്, ഷീന് ഷീന്, ഷീന് ഷീന്. ഇത് സ്വാദാണ്. കൂട്ടക്ഷരമായിട്ട് സ്വാദിനെ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതും. സ്വാദ് സ്വാദ്, സ്വാദ് സ്വാദ്, സ്വാദ് സ്വാദ്, സ്വാദ് സ്വാദ്. ലാദ്, സ്വാദ് ലാദ്, പുള്ളി മുകളിലുള്ള. ഇതിനെ കൂട്ടക്ഷരമായിട്ട് എഴുതുമ്പോൾ ഇത് വരും. ഇതും ലാദാണ്, ഇതും ലാദാണ് കണ്ടോ. രണ്ടും ഒരേ അക്ഷരമാണ്. ഇത് കൂട്ടക്ഷരത്തിൽ ഇങ്ങനെ എഴുതും, ഇത് ഒറ്റ അക്ഷരമായിട്ട് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതും. ലാദ് ലാദ്, ലാദ് ലാദ്, ലാദ് ലാദ്. ഇത് ത്വാ, ത്വാ കണ്ടിങ്ങനെ എഴുതും കണ്ടോ. ഇത് മുമ്പുള്ള അക്ഷരവും ശേഷമുള്ള അക്ഷരമായിട്ട് യോജിച്ച് വരുന്ന അക്ഷരമാണ് ഈ ത്വാ. കണ്ടിങ്ങനെ എഴുതും. ഇതും ത്വാ, ഇതും ത്വാ, ഇതും ത്വാ, ഇതും ത്വാ. ലാഉം അതുപോലെ തന്നെ ഇങ്ങനെ ചേർത്ത് എഴുതും. ലാ ലാ, ലാ ലാ.
അടുത്തത് നമ്മൾ പഠിച്ച ഐൻ. ഐൻ എന്നുള്ള അക്ഷരമാണ്. കൂട്ടക്ഷരമായിട്ട് എഴുതുമ്പോൾ ഇത് ഐനാണ്. ഇത് ഐൻ. ഐൻ കണ്ടോ? ഐൻ. ഇതും ഐനാണ്, ഇതും ഐനാണ്. ഇത് ഐൻ. കൂട്ടക്ഷരമായിട്ട് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതും. ഐൻ ഐൻ, രണ്ടും ഒന്ന് തന്നെ. ഐൻ 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 ഐൻ. ഇത് ഐന്. ഐന് ഐന് ഐൻ 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 ഐൻ, രണ്ടും ഒന്ന് തന്നെ. ഇത് കൂട്ടക്ഷരമായിട്ട് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതും. ഐൻ 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 ഐൻ. ഇത് നമ്മൾ പഠിച്ചത് ഫാ. ഫാ. ഫാഇനെ ഇത് ഒറ്റ അക്ഷരമായിട്ട് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതും, കൂട്ടക്ഷരമായിട്ട് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതും. ഇത് ഒറ്റ അക്ഷരമായിട്ട് എഴുതുമ്പോൾ വള്ളം പോലെ ഇങ്ങനെ എഴുതും, ബാ പോലെ. ഇത് കൂട്ടക്ഷരമായിട്ട് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതും. കണ്ടോ? ഇങ്ങനെ ഒരു വര പോലെ കൊടുത്തിട്ട് ഒരു മോളി പുള്ളി കൊടുത്താൽ ഫാ എന്ന് വായിക്കും. ഇതും ഫാ, ഇതും ഫാ. ഇതും ഫാ, ഇതും ഫാ, രണ്ടും ഒന്ന് തന്നെ. ക്വാഫ്. ഒറ്റയക്ഷരമായിട്ട് ക്വാഫിനെ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതും, കൂട്ടക്ഷരമായിട്ട് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതും. ക്വാഫ് 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 ക്വാഫ്, രണ്ടും ഒന്ന് തന്നെ. ഇതും ക്വാഫ്, ഇതും ക്വാഫ്. ഇത് വെറും കാഫാണ്. കണ്ടോ? കാഫ്. ഇത് കൂട്ടക്ഷരമായിട്ട് വരുമ്പോൾ ഇങ്ങനെ വരും. കാഫ് 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 കാഫ്. അടുത്തത് ലാമ്. ലാമിനെ കൂട്ടക്ഷരമായിട്ടും ചേർത്ത് മുമ്പിലും ശേഷവും മുമ്പിലും പിറകിലും മറ്റക്ഷരമായിട്ട് ചേർന്ന് വരുന്ന ഒരു അക്ഷരമാണ് ലാമ്. കണ്ടോ? ഞാനിതിപ്പോൾ ശേഷമുള്ളതേ കാണിച്ചിട്ടുള്ളൂ. മുമ്പുള്ള അക്ഷരമായിട്ടും ചേർന്ന് വരുന്ന രൂപമുണ്ട്. അത് പിന്നെ മനസ്സിലാക്കി തരാം. ഇതിൽ ലാമ്, 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 ഇതിൽ ലാമ്. അടുത്തത് മീമ്. ഇതും മീമ്, ഇതും മീമ്. ഇത് ഒറ്റ അക്ഷരമായിട്ട് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതും, കൂട്ടക്ഷരമായിട്ട് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതും. മീമ് 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 മീമ്. കണ്ടോ? മീമിൻ്റെ വ്യത്യസ്ത രീതികളൊക്കെ മനസ്സിലാക്കണം. മീമ് 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 മീമ്. ഇത് നൂന്. നൂൻ എന്നുള്ള അക്ഷരമാണ്. നൂനിനെ ചേർത്ത് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതും. ഇതും നൂന്, ഇതും നൂന്. ഇതും നൂനാണ്, ഇതും നൂനാണ്. ഇങ്ങനെ കൊടുക്കത്തേ ഉള്ളൂ. ഇങ്ങനെ കൊടുത്തൊരു പുള്ളി മോളിൽ കൊടുത്താൽ മതി, നൂനെന്ന് വായിക്കും. നൂന് 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 നൂന്, രണ്ടും ഒരു അക്ഷരം തന്നെ. വാവ്. അല്ല, ഇതും വാവ്, ഇതും വാവ്, രണ്ടും ഒന്ന് തന്നെ. ഇത് കൂട്ടക്ഷരമായിട്ട് എഴുതുമ്പോൾ ഈ വാവിനെ ഇങ്ങനെ വായിക്കും. വാവ് 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 വാവ്. ഹ കണ്ടോ? ഹ എന്നുള്ള അക്ഷരമാണ്. ഹ ഹ. ഇത് തുടക്കത്തിൽ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതും. ഇനി 2-3 വ്യത്യസ്ത രൂപങ്ങളുണ്ട്, വ്യത്യസ്ത രീതികളുണ്ട് എഴുത്തിന്. അതിപ്പം ഞാൻ പരിചയപ്പെടുത്തി തരാം. കണ്ടോ? ഹാഇനെ പദത്തിൻ്റെ മധ്യത്തിൽ വരുമ്പോൾ ഹാഇനെ ഇങ്ങനെ എഴുതാറുണ്ട്. പദത്തിൻ്റെ മധ്യത്തിൽ ഹാ എന്ന അക്ഷരം വന്നാൽ ഇങ്ങനെ എഴുതാറുണ്ട്. ഇത് ഹാ എന്ന് വായിക്കും. അത് ശീലിപ്പിക്കാം ഞാൻ. നല്ല വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു തരും, അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഹാ ആണ് കേട്ടോ. ഹാ എന്നുള്ള അക്ഷരമാണ്. ഇത് പദത്തിൻ്റെ അവസാനം വരുമ്പം ചെറിയ ഹാ ആണ്, ഇങ്ങനെ എഴുതും. പദത്തിൻ്റെ അവസാനം ഹാ വന്നാൽ ഇങ്ങനെ എഴുതും. അന്നേരം ഇതും ഹാ, ഇതും ഹാ. ഹാ ആണ്. പിന്നെ ഒറ്റ അക്ഷരമായിട്ട് കൂട്ടക്ഷരമായിട്ട് എഴുതുമ്പോൾ ഒറ്റ അക്ഷരമായിട്ട് അതിനെ വേർതിരിച്ച് എഴുതുമ്പം ഈ ചെറിയ രീതിയിൽ എഴുതും. ഉണ്ട്, ഇങ്ങനെ എഴുതും. ഇതും ഹാ ആണ്. ഇത് ഹാ, ഇത് ഹാ, ഇത് ഹാ, ഇതും ഹാ. ഇതും ഹാ ആണ്. കണ്ടോ? 2-3 രീതിയിൽ നമ്മൾ പഠിച്ചത്. ഇതും ഹാ, ഇതും ഹാ, ഇതും ഹാ, ഇതും ഹാ. പിന്നെ അത് കഴിഞ്ഞ് കൂട്ടക്ഷരമാകുമ്പോൾ പദത്തിൻ്റെ ഇടയ്ക്ക് ഈ ഹാഇനെ ഇങ്ങനെ എഴുതാറുണ്ട്. പദത്തിൻ്റെ ഇടയ്ക്ക് ഹാ വന്നാൽ ഇങ്ങനെ എഴുതും. ഇങ്ങനെയും ഇത് പദത്തിൻ്റെ അവസാനം വരുമ്പം ഹാഇനെ ഇങ്ങനെ എഴുതും. പദത്തിൻ്റെ അവസാനം ഒറ്റ അക്ഷരമായിട്ട് വരുമ്പോൾ ഇങ്ങനെ എഴുതും. പദത്തിൻ്റെ അവസാനം ഹാ ഒറ്റ അക്ഷരമായിട്ട് വരുമ്പോൾ ഇങ്ങനെ എഴുതും. ഹാ പദത്തിൻ്റെ അവസാനം ഒറ്റ അക്ഷരമായിട്ട് വരുമ്പോൾ ഇങ്ങനെ എഴുതും. ഇത് പദത്തിൻ്റെ അവസാനം വരുമ്പോൾ ഇങ്ങനെ എഴുതും.
പദത്തിൻ്റെ മധ്യഭാഗത്ത് വരുമ്പോൾ ഹ ഇനി ഇങ്ങനെ എഴുതും. ഇനി അടുത്തത് യാ യാഇനെ വേണ്ട, യാഇനെ കൂട്ടക്ഷരമായിട്ട് വരുമ്പോൾ ചുമ്മാ ഒരു വരയിട്ടിട്ട് 2 പുള്ളി താഴെ കൊടുക്കുമ്പോൾ യാ എന്ന് വായി. ഇത് യാ ഇത് യാ 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 ഉണ്ടോ? രണ്ടും ഒന്ന് തന്നെ, ഒറ്റ അക്ഷരം തന്നെ. യാ 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 യാ. അ അധികം ആ സമം ആ. ആ അധികം ആ സമം ആ. ആ അധികം ആ സമം ആ. അല്ല, ആദമു 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 ആദമു. അലിഫിനെ ചെറിയ അലിഫ് കൊടുത്ത് നീട്ടിയിരിക്കുകയാണ്. ഹംസിനെ ആദമു ആദമു. അടുത്തത് ആഹി ഉണ്ടോ? ആഹി റ തുൻ താ ഇത് താ തുൻ ഉണ്ടോ? ആഹി റത്തുൻ ആഹി റത്തുൻ താ ആ ആ ആ ഹി ഹ ഹി ആഹി ആഹി റ ആഹിറ തുൻ ആഹിറത്തുൻ ആഹിറത്തുൻ ഉണ്ടോ? ആമന 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 ഉണ്ടോ? അടുത്തത് ആമിനത്തുൻ ആമി ഉണ്ടോ? ആമിനത്തുൻ 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 ആമിനത്തുൻ. ഇപ്പം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു.